പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് സ്കൂളിലെ വിശേഷങ്ങൾ? കൂട്ടുകാരെ, നിങ്ങൾ എല്ലാരും കാറ്റഗിസം ക്ലാസ്സിൽ പോകുന്നില്ലേ? കളിമുറ്റത്തിന്റെ കൊച്ചു കൂട്ടുകാർ കാറ്റഗിസം ക്ലാസ്സിൽ പോവാതെ മടി പിടിച്ചിരിക്കരുത് കേട്ടോ. എങ്കിൽ നമുക്ക് നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പുള്ളിമാൻ. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് കഥ കേൾക്കുന്നതിന് മുൻപ് ആരൊക്കെ കഥ കേൾക്കാൻ വന്നിരിക്കുന്നതെന്ന് അറിയണ്ടേ? നമുക്ക് എല്ലാരെയും ഒന്ന് പരിചയപ്പെട്ടാലോ? കീരിക്കുട്ടന്റെ പേരെന്താ? ജൂഡിത്ത്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? അങ്കമാലി കാട്ടിൽ നിന്നാണ്. തത്തമ്മയുടെയോ? ക്രിസ്റ്റീന. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? മഞ്ചാടി കാട്ടിൽ നിന്ന്. ജിറാഫിന്റെ പേരെന്താ? ടാനിയ. ഏത് കാട്ടിൽ നിന്നാ? അങ്കമാലി. താറാവിന്റെ പേരെന്താ? ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? നിങ്ങളെല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ? റെഡിയാണ്. നമുക്കിന്ന് ഒരു കുട്ടി പ്രവാചകന്റെ കഥ കേട്ടാലോ? കുട്ടി പ്രവാചകനോ? നിങ്ങളെ പോലെയുള്ള ഒരു കുട്ടി പ്രവാചകൻ, ജെറമിയ പ്രവാചകൻ. പ്രവാചകൻ എന്നാൽ ആരാണെന്നറിയാമോ? കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നവൻ. അതെ, ദൈവത്തിന്റെ നാവാണ് പ്രവാചകൻ. ദൈവത്തിന് എന്താണോ മനുഷ്യരോട് പറയുവാനുള്ളത് അത് ദൈവം പ്രവാചകൻ വഴി മറ്റുള്ളവരെ അറിയിക്കും. അതിനാണ് ദൈവം പ്രവാചകനെ നിയമിക്കുന്നത്. പ്രവാചകൻ വലുതോ ചെറുതോ എന്നൊന്നുമില്ല. ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തരെയുമാണ് ദൈവം പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ഒരു പ്രവാചകനാണ് കുട്ടി പ്രവാചകനായ ജെറമിയ. ജെറമിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവം ജെറമിയായോട് പറഞ്ഞു, ദൈവം എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ എന്റെ പ്രവാചകനായി തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ജെറമിയായ്ക്ക് പേടിയായി. ജെറമിയ ഒരു കുട്ടിയല്ലേ, തനിക്ക് ഇത്രയും വലിയ ദൗത്യം ചെയ്യുവാനാകുമോ എന്ന് ജെറമിയ സംശയിച്ചു. ആ സംശയം ജെറമിയ ദൈവത്തെ അറിയിക്കുകയും ചെയ്തു. ദൈവം ജെറമിയായോട് പറഞ്ഞു, നീ പേടിക്കേണ്ട, നിനക്ക് ഈ ദൗത്യത്തിൽ നിന്നും പിൻവലിയുവാനും സാധിക്കുകയില്ല. നീ ജനിക്കുന്നതിന് മുൻപേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് ഈ ദൗത്യത്തിൽ നിന്നും മാറുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ജെറമിയായുടെ പേടി കൂടി. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? വസന്തത്തിൽ ആദ്യമായി പൂത്ത ഒരു ബദാം മരത്തിന്റെ ചില്ല കാണിച്ചുകൊണ്ട് ജെറമിയായോട് ദൈവം പറഞ്ഞു, നിന്നെയും നിന്റെ പ്രവൃത്തികളെയും ഞാൻ ഇതുപോലെ മനോഹരവും ഫലവുമുള്ളതാക്കും. പിന്നീട് ദൈവം ജെറമിയായോട് കുശവന്റെ ആലയത്തിൽ പോകുവാൻ പറഞ്ഞു. ജെറമിയ കുശവന്റെ ആലയിലെത്തിയോ? കുശവന്റെ ആലയത്തിൽ ചെന്ന് ദൈവം കുശവനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ജെറമിയായ്ക്ക് കാര്യം പിടികിട്ടി, ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്ന്. എന്താണെന്നറിയാമോ? കുശവൻ അവിടെ കളിമണ്ണ് കുഴച്ച് ചക്രത്തിൽ വെച്ച് പാത്രങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ആ പാത്രത്തിലൂടെ കുശവന്റെ വിരലുകൾ ഓടുന്നതനുസരിച്ച് പാത്രത്തിന്റെ ഭംഗി മാറിക്കൊണ്ടേയിരുന്നു. ഓരോ രൂപങ്ങളിൽ ആ പാത്രങ്ങൾ ആവുകയും ചെയ്തു. അപ്പോൾ ജെറമിയായ്ക്ക് കാര്യം പിടികിട്ടി, ദൈവം തന്നെ രൂപപ്പെടുത്തുകയാണ് എന്ന് ജെറമിയായ്ക്ക് മനസ്സിലായി. ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും ജെറമിയായ്ക്ക് കുറച്ചൊക്കെ ആത്മവിശ്വാസം വന്നു. ദൈവം ഏൽപ്പിച്ച ദൗത്യം സ്വീകരിക്കുവാൻ ജെറമിയ തയ്യാറായി. ദൈവം അറിയിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ പാപത്തിൽ മുഴുകി കഴിയുകയായിരുന്നു. അവരെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് പശ്ചാത്താപം നൽകി തിരിച്ചു കൊണ്ടുവരാനാണ് ജെറമിയായെ ദൈവം തെരഞ്ഞെടുത്തത്. ആ ദൗത്യം ജെറമിയ സ്വീകരിച്ചു. ദൈവത്തിന്റെ വാക്കുകളെല്ലാം ജെറമിയ ഇസ്രായേൽ മക്കളെ അറിയിച്ചു. അവർ ഭോഗാസക്തിയിലും അതുപോലെ തന്നെ ലൗകിക സുഖങ്ങളിലും അവർ മുഴുകി ജീവിക്കുകയായിരുന്നു. ജെറമിയ ദൈവം പറഞ്ഞ വാക്കുകളെല്ലാം അവരെ അറിയിച്ചു. നിങ്ങൾ പാപത്തിൽ നിന്നും വ്യതിചലിക്കണം, നിങ്ങൾ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ നിങ്ങൾ നശിക്കുമെന്ന്. ഇസ്രായേൽക്കാർ എന്നിട്ട് എന്താ ചെയ്തേ? പക്ഷേ കുട്ടി പ്രവാചകനല്ലേ, ആരെങ്കിലും ജെറമിയ പറഞ്ഞത് കേട്ടോ? ഇല്ല, ആരും അത് കേട്ടേയില്ല. അവർ വീണ്ടും പഴയ രീതി തന്നെ മുൻപോട്ട് കൊണ്ടുപോയി. പിന്നീടും ദൈവം അറിയിച്ചതുപോലെ ജെറമിയ അവരെ കാര്യം ധരിപ്പിച്ചു. പക്ഷെ ജെറമിയ പറഞ്ഞത് ഒന്നും അവർ കേട്ടേയില്ല. ദൈവത്തിന് കോപമായി. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട്
ചാക്കുടുത്ത് ചാരം പൂശി പശ്ചാത്താപിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ നശിപ്പിക്കും. അതുമല്ല, നിങ്ങൾ ശത്രുരാജ്യത്തിന്റെ അടിമകളായി തീരുകയും ചെയ്യും. ഇതെല്ലാം പറഞ്ഞിട്ടും ഇസ്രായേൽ മക്കൾക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. അവർ വീണ്ടും വിഗ്രഹാരാധനയിലും ലൗകിക സുഖങ്ങളിലും ജീവിച്ചു. അങ്ങനെ അവസാനം ദൈവം പറഞ്ഞത് പൂർത്തിയായി. അവർ ശത്രുരാജ്യത്തിന്റെ അടിമകളായി തീർന്നു. അവർ അടിമകളായിരിക്കെ കുറേയധികം പീഡനങ്ങളും ദ്രോഹങ്ങളും സഹിക്കേണ്ടി വന്നു. അപ്പോൾ അവർക്ക് ബോധോദയം ഉണ്ടായി. അവർ ചെയ്തതെല്ലാം തെറ്റാണെന്നും അവർ പാപത്തിന്റെ വഴിയെയാണ് ചലിച്ചിരുന്നതെന്നും അവർക്ക് മനസ്സിലായി. അവർ ഈ അടിമകളായിരുന്നപ്പോൾ പോലും ജെറമ്യാ പ്രവാചകൻ അവരെ കൈവിട്ടില്ല. അവരുടെ കൂടെ എന്നും ജെറമ്യാ പ്രവാചകൻ കൂടെ ഉണ്ടായിരുന്നു. അവസാനം മാനസാന്തരപ്പെടുകയും അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നെല്ലാം അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ അവസാനം അവർ മാനസാന്തരപ്പെട്ടു. ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായി. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. അതെ, നമ്മൾ ഒരിക്കലും പാപം ചെയ്യരുത്. പാപം ചെയ്താൽ തന്നെ നമ്മൾ അതിന് പശ്ചാത്താപിച്ച് ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം. കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും കാട്ടിലെ കൂട്ടുകാരെ ഇഷ്ടമായോ? നല്ല മെസ്സേജ് ഉള്ള കഥയല്ലേ പുള്ളിമാൻ പറഞ്ഞത്? എങ്കിൽ നമുക്കൊരു ബൈബിൾ വചനം കാണാതെ പഠിച്ചാലോ കൂട്ടുകാരെ? ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും വിലപിക്കുന്നവർക്ക് ആശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാ 61:2. കൂട്ടുകാരെ, നിങ്ങളെല്ലാരും ഈ ബൈബിൾ വചനം കാണാതെ പഠിക്കണേ. കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? കിരൂബിനെ വാഹനമാക്കി അവിടുന്നു പറന്നു, കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്നു പാഞ്ഞു വന്നു. അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു, ജലം നിറഞ്ഞ കാർമേഘങ്ങൾ കൊണ്ട് വിതാനമൊരുക്കി. അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്നു കന്മഴയും തീക്കനലും മേഘങ്ങൾ ഭേദിച്ചു ഭൂമിയിൽ പതിച്ചു. കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. കന്മഴയും തീക്കനലും പൊഴിഞ്ഞു. അവിടുന്ന് അമ്പയിച്ച് അവരെ ചിതറിച്ചു, മിന്നൽ പിണർകൊണ്ട് അവരെ പായിച്ചു. കർത്താവേ, അങ്ങയുടെ ശാസനയാൽ അങ്ങയുടെ നാസികയിൽ നിന്ന് പുറപ്പെട്ട നിശ്വാസത്താൽ സമുദ്രത്തിലെ അന്തപ്രഭാഗങ്ങൾ കാണപ്പെട്ടു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ അനാവൃതമായി. ഉന്നതത്തിൽ നിന്നു കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവർ എന്റെ ശക്തിക്കതീതരായിരുന്നു. അനർത്ഥകാലത്ത് അവർ എന്റെ മേൽ ചാടി വീണു. കർത്താവ് എനിക്ക് അഭയമായിരുന്നു. കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ?
അവരെ നമുക്കൊന്ന് വിഷ് ചെയ്താലോ? ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ജന്മദിനാശംസകൾ. കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? ഇന്നത്തെ അന്നമോളുടെ സംശയം എന്തായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? മലക്കേ. ഹായ് എന്നെ മോളെ. ഹായ് മലക്കേ. എന്തുണ്ട് എന്നെ മോളെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു മലക്കേ. ആട്ടെ, എന്താ എന്റെ അന്നമോളുടെ ഇന്നത്തെ സംശയം? ദേശീയ ഗെയിംസ് കഴിഞ്ഞില്ലേ മലക്കേ? അതെ അന്നമോളെ, കഴിഞ്ഞല്ലോ. അതിനെ കുറിച്ച് എന്റെ സംശയം. അതിനെന്താ അന്നമോളെ? അന്നമോൾക്ക് ഈ മാലാഖ ദേശീയ ഗെയിംസിനെ പറ്റി പറഞ്ഞു തരാലോ. ആദ്യം തന്നെ എങ്ങനെയാണ് ദേശീയ ഗെയിംസ് തുടങ്ങിയതെന്ന് അന്നമോൾക്ക് മാലാഖ പറഞ്ഞു തരാം. ശരി മലക്കേ. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ അംഗീകാരമുള്ള ദേശീയ ഒളിമ്പിക്സ് അസോസിയേഷൻ നിലവിലുണ്ടെങ്കിലേ ഒളിമ്പിക്സിൽ മത്സരിക്കാനാകൂ എന്ന നിയമം 1920കളിൽ കർശനമായി. അതോടെ അങ്ങനെ ഒരു അസോസിയേഷനെ പറ്റി ഇന്ത്യ ചിന്തിച്ചു തുടങ്ങി. എന്നിട്ടോ? സർ ദൊറാഡ്ജി ഷെഡ്ജി ടാറ്റ പ്രസിഡന്റും YMCA കായിക വിഭാഗം മേധാവി ഡോക്ടർ AG നോറേൻ ജനറൽ സെക്രട്ടറിയുമായി 1923 അഖിലേന്ത്യാ ഒളിമ്പിക് കമ്മിറ്റി നിലവിൽ വന്നു. 1924 ഫെബ്രുവരി 8-നും 9-നുമായി ഡൽഹിയിൽ പ്രഥമ ദേശീയ ഗെയിംസ് അഥവാ അന്നത്തെ ദേശീയ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നടന്നു. അതിൽ നിന്നാണ് 1924 പാരീസ് ഒളിമ്പിക്സിനായുള്ള ഇന്ത്യൻ ടീമിനെ തെരഞ്ഞെടുത്തത്. 1920 ആൻവെർപ്പ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ഏതാനും അത്ലറ്റുകളും ഗുസ്തിക്കാരും മത്സരിച്ചിരുന്നെങ്കിലും ടാറ്റ അവരെ സ്വന്തം ചെലവിൽ അയച്ചതായിരുന്നു. അതുകൊള്ളാലോ. രണ്ടാമത്തെ ഗെയിംസ് 1924 ഫെബ്രുവരി 3 മുതൽ 5 വരെ കൽക്കട്ടയിൽ നടന്നു. അന്ന് 12 ഇനങ്ങളിലാണ് മത്സരം നടന്നത്. ദേശീയ ഗെയിംസ് 2 വർഷത്തിൽ ഒരിക്കൽ നടക്കണമെന്ന് അന്നൊക്കെ സംഘാടകർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോ 2 വർഷം കഴിഞ്ഞ് ഗെയിംസ് ഉള്ളോ? പറയാ അന്നമോളെ, ധൃതി വെക്കല്ലേ. തുടർന്ന് 1928 ലാഹോറിലും 1930 അലഹബാദിലും 1932 മദ്രാസിലും 1934 ഡൽഹിയിലും ദേശീയ ഗെയിംസ് നടത്തി. മിക്കവാറും ഫെബ്രുവരി മാസത്തിലായിരുന്നു കേട്ടോ മേള നടന്നത്. തൊട്ടടുത്ത ഒളിമ്പിക് തന്നെയായിരുന്നു ആ മേളകളുടെ ലക്ഷ്യം. ലോക മഹായുദ്ധങ്ങൾ കാരണം ഒളിമ്പിക്സ് മുടങ്ങിയെങ്കിലും ഇന്ത്യൻ ഒളിമ്പിക്കായി അറിയപ്പെട്ട ദേശീയ ഗെയിംസ് ഏറെക്കുറെ കൃത്യമായി നടന്നു. എന്നിട്ടോ? 1970 കട്ടക്കിൽ വരെ കൃത്യം 2 വർഷത്തെ ഇടവേളകളിൽ ദേശീയ ഗെയിംസ് നടന്നു. പിന്നീട് പല പ്രാവശ്യം മുടങ്ങുകയും തുടങ്ങുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ ഗെയിംസിൽ തന്നെ മലയാളികൾക്ക് അഭിമാനിക്കാനായി മലയാളികൾ 2 മെഡൽ നേടുകയുണ്ടായി. അത് കൊള്ളാമല്ലോ മലക്കേ. പിന്നെന്താ എന്റെ അന്നമോൾ മലയാളികളെ പറ്റി വിചാരിച്ചത്? മിടുക്കനാട്ടോ അന്നമോളെ നമ്മൾ മലയാളികൾ. എങ്കിൽ എന്റെ അന്നമോളുടെ ദേശീയ ഗെയിംസിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു മലക്കേ. എങ്കിൽ മമ്മി വിളിക്കുന്നതിന് മുമ്പ് വേഗം വീട്ടിലേക്ക് പൊയ്ക്കോട്ടോ. ശരി മലക്കേ. ബായ് അന്നമോളെ. ബൈ മലക്കേ. കൂട്ടുകാരെ, അന്നമോളുടെ സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നില്ലേ? കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? കൊച്ചു കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ബെർണദീത്തായുടെ ജീവചരിത്രത്തെ കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ഫാദർ ജോയ് കൊച്ചാപ്പള്ളിയാണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വിമല ബുക്സ് പബ്ലിക്കേഷൻസ് ആണ്. ലൂർദിലെ സ്വർണ്ണ മുടിക്കാരി, ദൗർഭാഗ്യങ്ങളുടെ ആരംഭം, ഇടയ പെൺകൊടി, ഏറ്റവും വലിയ മണ്ടി, മാതാവിനായി പള്ളിപ്പണി, ഞാൻ അമലോത്ഭവ ജനനി, സന്യാസ ജീവിതം
അവളുടെ ജോലി പ്രാർത്ഥനയാണ്. പ്രകാശത്തിന്റെ കൂടാരത്തിലേക്ക്, വിശുദ്ധ പദവി എന്നിങ്ങനെ 27 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. 1844 ജനുവരി 7 ഫ്രാൻസിസിന്റെയും ലൂയിസിന്റെയും ആദ്യ കുഞ്ഞായി ബർണദീത്ത ജനിച്ചു. 1855 ബർണദീത്താക്ക് കോളറ പിടിപെട്ടു. യാചകർക്ക് എപ്പോഴും ബർണദീത്തായുടെ വീട്ടിൽ വരാമായിരുന്നു. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഉദാര മനസ്ഥിതി അവരുടെ ദാരിദ്ര്യത്തിന്റെ ആക്കം കൂട്ടി. ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ അവരുടെ മില്ല് നഷ്ടപ്പെട്ടു. ഫ്രാൻസിസിനും കുടുംബത്തിനും മുമ്പിൽ അവശേഷിച്ച ഏകമാർഗം പഴയ ജയിലായിരുന്നു. അഴുകിയ ഭിത്തിയും കരിപിടിച്ച മേൽക്കൂരയും പൊളിഞ്ഞ തറയുമുള്ള ഈ മുറി ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. അനേകർക്ക് പ്രാർത്ഥനയുടെ തണലേകുന്ന ഈ ഭവനം ബർണദീത്ത അനുഭവിച്ച ദാരിദ്ര്യത്തിന്റെ സാക്ഷിയാണ്. ബർണദീത്താക്ക് 12 വയസ്സ് തികഞ്ഞപ്പോൾ ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. ഒപ്പം ജപമാല ചൊല്ലുന്ന ശീലവുമുണ്ടായിരുന്നു. ജീവിതത്തിലുടനീളം അവൾ ഒരു ആസ്മ രോഗിയായിരുന്നു. പല സമയങ്ങളിലും ശ്വാസം കിട്ടാതെ വിഷമം അനുഭവിച്ചിരുന്നു. ഒരു ഫെബ്രുവരി 11 വൈകുന്നേരം തണുപ്പാർന്ന കാലാവസ്ഥ മൂലം ബർണദീത്തയും 2 സുഹൃത്തുക്കളും ചേർന്ന് തീ കായാനുള്ള വിറക് ശേഖരിക്കാനായി പുറപ്പെട്ടു. നടന്ന് അവർ അറിയാതെ മസ്ബിയെല്ലിയിലെ ഗ്രോട്ടോയ്ക്ക് സമീപത്തെത്തി. അപ്പോൾ ബർണദീത്ത കാറ്റിന്റെ ശക്തമായ പ്രവാഹം പോലെ ഒരു ശബ്ദം ശ്രവിക്കുകയും ഒപ്പം ഒരു തീവ്ര പ്രകാശവും കണ്ടു. ഭയത്തോടെ നിന്ന ബർണദീത്തയുടെ കൺമുൻപിൽ തേജസ്സാർന്ന മുഖത്തോടെ ഒരു പെൺകുട്ടി നിൽക്കുന്നത് കണ്ട് അവൾ അത്ഭുത സ്തബ്ധയായി. വെള്ള നിറമുള്ള വസ്ത്രം ധരിച്ച് അരയിൽ നീല നിറമുള്ള കച്ച ചുറ്റി നിന്ന രൂപത്തിലാണ് പെൺകുട്ടിയെ കണ്ടത്. അവളുടെ പാദങ്ങളിൽ മഞ്ഞ റോസാപ്പൂക്കളും കയ്യിൽ ജപമാലയും ഉണ്ടായിരുന്നു. ഇതു കണ്ടയുടനെ ബർണദീത്ത പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. മാതാവിന്റെ ദർശനങ്ങളുടെ പേരിൽ നാട്ടുകാർ ബർണദീത്തായെ കളിയാക്കിയെങ്കിലും അവൾ തന്റെ അടിയുറച്ച വിശ്വാസവും പ്രാർത്ഥനയും കൈവെടിഞ്ഞില്ല. സന്യാസിയാകാനുള്ള അവളുടെ ആഗ്രഹത്തെ പല മഠങ്ങളും തള്ളിക്കളഞ്ഞുവെങ്കിലും ലൂർദിലെ മഠത്തിലുള്ളവർ അവളെ സ്വീകരിച്ചു. 1879 ബർണദീത്തായുടെ ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ചു. ഏപ്രിൽ 16 ഫ്രാൻസിലെ നെവേഴ്സിൽ വെച്ച് അന്തരിച്ച ബർണദീത്തയുടെ ശരീരം ഇന്നും അഴുകാതെ സൂക്ഷിച്ചിരിക്കുന്നു. 1927 ജൂൺ 14 പിയൂസ് 11 മാർപ്പാപ്പ ബർണദീത്തയെ വാഴ്ത്തപ്പെട്ടവളായും 1933 ഡിസംബർ 8 പിയൂസ് 11 മാർപ്പാപ്പ അവളെ വിശുദ്ധയായും പ്രഖ്യാപിച്ചു. താബസിലെ മെത്രാനായ ലൗറൻസ് വിശുദ്ധ ബർണദീത്തായെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്: ബർണദീത്തിന്റെ വിശുദ്ധി അസാധാരണമായിരുന്നു. സുവിശേഷമായിരുന്നു അവളുടെ വഴികാട്ടി. പ്രകാശമാനമായ ആ ജീവിതത്തിൽ എളിമയ്ക്കുണ്ടായിരുന്ന സ്ഥാനം അത്യന്തം സ്തുത്യർഹമാണ്. അവൾ വിശുദ്ധയായത് പരിശുദ്ധ കന്യകാമറിയത്തെ കണ്ടതുകൊണ്ടല്ല, മറിച്ച് ജീവിതത്തെ പൂർണ്ണമായും ദൈവഹിതത്തിന് വിട്ടുകൊടുത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ അവൾ ഒരു ഉപകരണമായി വർത്തിച്ചതുകൊണ്ടാണ്. കൊച്ചുകൂട്ടുകാരെ, വിശുദ്ധ ബർണദീത്തായുടെ ജീവചരിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എങ്കിൽ നിങ്ങൾ എല്ലാവരും പേരൻസിനോട് പറഞ്ഞ് ഈ പുസ്തകം വാങ്ങി വായിക്കണേ. എങ്കിൽ ഇവാനിയ, ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ആ ചോദിച്ചോളൂ. സ്റ്റോറേജ് ഇല്ലാത്ത ടേബിൾ ഏതാണ്? സ്റ്റോറേജ് ഇല്ലാത്ത ടേബിളോ? ആ, അതിലൊന്നും ഇട്ട് വെക്കാൻ പറ്റത്തില്ല. ഒരു ക്ലൂ തരാമോ? ഇവാനിയയുടെ വീട്ടിൽ എന്തായാലും അതുണ്ട്. എനിക്ക് അറിയില്ലല്ലോ. ടൈം ടേബിൾ ആണ് അതിന്റെ ഉത്തരം. ഓ, ടൈം ടേബിളോ? അതിൻ്റെ അകത്തൊന്നും ഇട്ട് വെക്കാൻ പറ്റില്ലല്ലോ. അതാ ഞാൻ ചോദിച്ചത്, സ്റ്റോറേജ് ഇല്ലാത്ത ടേബിൾ എന്ന്. എങ്കിൽ ഞാനിനി ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, ചോദിച്ചോളൂ. ജയിക്കുന്നവർ പുറകോട്ടും തോൽക്കുന്നവർ മുന്നോട്ടും പോകുന്ന ഒരു മത്സരം.
അങ്ങനെ ഒരു മത്സരമുണ്ടോ? എനിക്കറിയില്ലല്ലോ. ഒരു ക്ലൂ തരാവോ? ഓണത്തിനൊക്കെ ഉള്ള ഒരു മത്സരമാണ്. വടംവലിയാണോ? കറക്റ്റ് ആൻസർ. കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റ് ഏതാണെന്ന് നോക്കിയാലോ? നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നിഷ്പരമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാം. നിഷ്പരമാം ജീവനിൽ തീരമായി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാൻ. നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. കൈവിടല്ലേ നാദാ, തള്ളിയിടല്ലേ ദേവാ, പ്രാണന്റെ പ്രാണനേശുവേ. കൈവിടല്ലേ നാദാ, തള്ളിയിടല്ലേ ദേവാ, പ്രാണന്റെ പ്രാണനേശുവേ. നിൻ സ്തുതി ഗീതം ഞങ്ങളുടെ നാവിൽ, നിൻ ദിവ്യ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് ഭയം. നിൻ സ്തുതി ഗീതം ഞങ്ങളുടെ നാവിൽ, നിൻ ദിവ്യ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് ഭയം. നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. കൈകൾ തളരുമ്പോൾ കാതലിടറുമ്പോൾ ഏകാന്ത കാന്തരാവുമ്പോൾ. കൈകൾ തളരുമ്പോൾ കാൽകളിടറുമ്പോൾ ഏകാന്ത കാന്തരാവുമ്പോൾ. നിൻ സാന്നിധ്യത്താൽ ഞങ്ങൾ ഉണർന്നിടാൻ, നിന്നറിവാലെ ഞങ്ങൾ ലക്ഷ്യം നേടിടാൻ. നിൻ സാന്നിധ്യത്താൽ ഞങ്ങൾ ഉണർന്നിടാൻ, നിന്നറിവാലെ ഞങ്ങൾ ലക്ഷ്യം നേടിടാൻ. നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നിഷ്പരമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാൻ. നിഷ്പരമാം ജീവനിൽ തീരമായി പെയ്തിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാൻ. നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ കൃപയിൻ ആഴമറിയാൻ. നാദാ നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ നിൻ
പടങ്ങൾ വരച്ച് അയച്ചു തന്നിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാനും ഡാൻസ് കളിക്കാനും ഒക്കെ കഴിവുണ്ടെങ്കിൽ തീർച്ചയായും കളിമുറ്റത്തിൽ പങ്കെടുക്കാം. അതിനായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കളിമുറ്റത്തിന്റെ എപ്പിസോഡ് ഇഷ്ടമായോ? എങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ ഇതിലും നല്ല എപ്പിസോഡുമായി വീണ്ടും വരും. ടിൽ ദെൻ, ബൈ.